ശ്രീ അനിൽകുമാർ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട കാര്യം അത് ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾ കണ്ടോളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതടക്കം ഈ പറയുന്നതിൽ എന്തെങ്കിലും പെശകുണ്ടോ എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ ഇവർ ചോദിക്കുന്നത്. ചുരുക്കി വന്ദേ ഭാരതത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ച എന്താണ് നിലവിലുള്ള നിയമം? നിലവിലുള്ള നിയമത്തിനകത്ത് വന്ദേ മാതരം നിർബന്ധമായി ആലപിക്കണമെന്ന് എവിടെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ജനഗണമനയുടെ പദവിയിലേക്ക് വന്ദേ മാതരത്തെ ഉയർത്തി, ജനഗണമനയുടെ പദവിയിലേക്ക് വന്ദേ മാതരത്തെ ഉയർത്തി. അതിനപ്പുറം എന്താ ഉള്ളത്? അതിനപ്പുറം ഒരു നിർബന്ധം അതിലില്ല. ഒരു നിർബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു. ആഗസ്റ്റ് 15-ന് വന്ദേ മാതരം നിർബന്ധമാക്കിയിരിക്കുന്നു ചീഫ് സെക്രട്ടറി. അയാളുടെ പേര് നടപടി എടുക്കുമോ? ആ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കുമോ? അയാൾ അധികാരപരിധിക്ക് പുറത്താണ് ചെയ്തതെന്ന് സതീശൻ പറയുമോ? എന്താ സർക്കാർ നിലപാട്? മന്ത്രിസഭ അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ ഇപ്രകാരം ഒരു നിലപാട് ചീഫ് സെക്രട്ടറി സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഭരിക്കുന്നത്? ലോക് ഭവനാണ് ഇത് നിർദ്ദേശം കൊടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയാണോ? അങ്ങനെങ്കിൽ ലോക് ഭവൻ എന്ന് പറയുന്നത് ഇടപെട്ടത് തെറ്റാണെന്ന് സതീശൻ പറയണ്ടേ? ലോക് ഭവൻ ഇടപെട്ടില്ലെങ്കിലോ? ഉത്തരവുണ്ട്. ലോക് ഭവനെ, ഗവർണറെ ഇക്കാര്യത്തിൽ ഇടപെടുത്തി എന്ന നിലയ്ക്ക് തെറ്റായ പദം നടത്തിയ ലീഗ് മന്ത്രിയുടെ നിലപാട് തെറ്റല്ലേ? അതെ, കൂട്ടുത്തരവാദിത്വം അല്ല, ലീഗ് മന്ത്രിയുടെ നിലപാട് തെറ്റല്ലേ? ലോക് ഭവൻ ഇടപെട്ടു എന്ന് കള്ളം പറഞ്ഞു മന്ത്രി, അല്ല ഗവർണർ കള്ളം പറഞ്ഞു, ഇല്ല ചീഫ് സെക്രട്ടറി കള്ളം പറഞ്ഞു. ഇത് ആരെങ്കിലും കള്ളം പറയണ്ടേ? എന്തിനാ ഈ കോലാഹലം ഉണ്ടാക്കണത്? ഒളിച്ചു കിടത്തലാണേ. വന്ദേ മാതരം മുഴുവൻ ചാൻസയും ഒരാളും ആവശ്യപ്പെടാതെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നടത്തിയ കാര്യമെന്തോ അത് നടപ്പാകാൻ പോവുകയാണ്. അത് നടപ്പാക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഒളിച്ചു കളിക്കുക. നിയമത്തിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. ഏത് മാർഗ്ഗമില്ല? അയച്ചു കൊടുത്തിട്ടുണ്ട്. PMC നടപ്പാക്കാതെ വേറെ മാർഗമില്ല. കൊള്ളാമല്ലോ. ആഗസ്റ്റ് 15-ുമായുള്ള ആഘോഷത്തിന്റെ പരിപാടികളുടെ എന്താണ്? ഞാൻ കേട്ടില്ല. അതിലെവിടെയും വന്ദേ മാതരം ഫുൾ ചാൻസിൽ പാടും എന്നില്ല. അനിൽകുമാർ ആർക്ക് അയച്ചു കൊടുത്തു? അല്ല, അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഒരു ആഗസ്റ്റ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പറയൂ. ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഉത്തരവാണ്. വകുപ്പിന്റെ ആ ഉത്തരവിനെ കുറിച്ച് സർക്കാർ നിലപാട് 15-ുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ ആഗസ്റ്റ് 15 ദിവസം ആഘോഷിക്കും എന്നുള്ളതാണ്. താങ്കൾക്ക് അത് അദ്ദേഹം അയച്ചു തരും, അല്ലാതെ താങ്കൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാതെ. അല്ലല്ല, എന്റെ ചോദ്യം അതല്ല. മന്ത്രാലയത്തിന്റെ സ്കൂളുകളിൽ സർക്കാർ പ്രോട്ടോകോൾ അവിടെ നിൽക്കട്ടെ. സ്കൂളുകളിൽ നോക്കൂ, രജനി സുണ്ണിത്താൻ അയച്ചു തരണ്ട. ഞാൻ പറഞ്ഞുതരാം. സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ഥാപന മേധാവികൾ 9 മണിക്ക് ദേശീയ ഗാനാലാപനം നടത്തുകയും. എന്റെ പോയിന്റ് അതല്ലെന്ന്. അല്ല, വന്ദേ മാതരം എന്തിനു വിവാദമാക്കുന്നു? ഇവിടെ ചെറുപ്പക്കാർക്ക് പണിയില്ല, നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട്, അയോധ്യയിൽ കൊള്ള. ഈ കൊള്ളക്കാരായ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്ദേ മാതരത്തെ വിവാദമാക്കുമ്പോൾ കേരളത്തിൽ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സമരം എങ്ങനെയാണ് സമരം അവസാനിപ്പിച്ചതെന്ന് കേരള ജനങ്ങൾ കണ്ടതാണ്. സമരം എങ്ങനെയാണ്